ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലെ തിയറി ഭാഗങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഹെഡിങ്ങിലേക്ക് പോകാം. അതിലും ഉണ്ട് ഇതുപോലെ തന്നെ 4-5 പോയിന്റുകൾ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിന്റെ പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ഈ ഏരിയയിൽ നമുക്ക് 2-3 ഇതുപോലെയുള്ള റൂൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ റവന്യൂ റിയലൈസേഷൻ എന്ന് പറയും. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓർ കൺവെൻഷൻ എന്ന് പറയുന്ന ആ ഹെഡിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് ആണ് റവന്യൂ റിയലൈസേഷൻ. അതായത് നമ്മളൊരു സെയിൽ നടത്തുന്നു, എന്നിട്ട് നമുക്ക് അതിന്റെ പൈസ കിട്ടുന്നു, നമ്മളതിനെ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. ഒരു സാധനം നമ്മളുടെ സെല്ലറുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്ക് ജസ്റ്റ് പാസ് ചെയ്യുന്നു. അപ്പൊ തന്നെ നമ്മൾ അതിനെ സെയിൽ എന്നുള്ള രൂപത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ക്യാഷ് കിട്ടിയിട്ടാവാം, ക്യാഷ് കിട്ടാതെ ആയിരിക്കാം. ദാറ്റ് മീൻസ് ക്യാഷ് സെയിൽ ആവാം, ക്രെഡിറ്റ് സെയിൽ ആവാം. എങ്കിലും ഇത് ഏതായാലും, ക്യാഷ് കിട്ടിയാലും ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ നമ്മൾ ഈ സെയിൽസിനെ അല്ലെങ്കിൽ ഈ ഒരു ഡീലിങ്സിനെ സെയിൽ എന്ന് പറയുന്ന ഒരു റവന്യൂ ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റവന്യൂ ഈസ് ഏൺഡ് ഓർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ. സെയിൽസ് അതായത് ജസ്റ്റ് പാസസ് ഫ്രം ദി ഗുഡ്സ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ. ദാറ്റ് പോയിന്റ് മീൻസ് ഇൻഡിക്കേറ്റിംഗ് ഹിയർ. ഓക്കെ, അതായത് ആ ഒരു സാധനം സെല്ലറുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്ക് ജസ്റ്റ് പാസ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നമ്മൾ അതിനെ സെയിൽ എന്നുള്ള അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യുന്നു. ടൈറ്റിൽ ടു ദി ഗുഡ്സ് പാസസ് ഫ്രം സെല്ലർ ടു ദി ബയർ. ഓക്കെ, പക്ഷേ എല്ലാ കേസിലും ഇതിന് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ ഹയർ പർച്ചേസ് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ അടച്ച് ലാസ്റ്റ് ആ സാധനം നമ്മുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സാധനത്തിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലേക്ക് പാസ് ചെയ്യുന്നൊരു രീതി. ഓക്കെ, നിങ്ങളിപ്പോ വാഹനങ്ങളൊക്കെ അടവിനെടുക്കുമല്ലോ. വാഹനം നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ടാവും, പക്ഷേ യു ആർ നോട്ട് ദി ആക്ച്വൽ RC ഓണർ ഓഫ് വൈൽ പേയിങ് ദാറ്റ് ഇൻസ്റ്റാൾമെന്റ് മണി. ഓക്കെ, പറഞ്ഞ മനസ്സിലായിക്കോ? അതായത് നിങ്ങൾ സാധനത്തിന്റെ അല്ലെങ്കിൽ ആ സ്കൂട്ടറിന്റെ വണ്ടിയുടെ ഓരോ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോഴും നിങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ യു ആർ നോട്ട് ദി ആക്ച്വൽ ഓണർ, RC ഓണർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെഹിക്കിൾ. എപ്പോഴാണോ നിങ്ങൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നത് അന്ന് മാത്രമാണ് ആ കമ്പനി NOC തരികയും അവരുടെ പേരിൽ നിന്ന് നിങ്ങളുടെ പേരിലേക്ക് അതിന് RC കൺവേർട്ട് ചെയ്ത് തരുകയും ചെയ്യാം. ഇതിനാണ് നമ്മൾ ഹയർ പർച്ചേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ ഇതിന്റെ കേസിൽ നമ്മൾ അവിടെ ആക്ച്വൽ സെയിൽ നടന്നതായിട്ട് കംപ്ലീറ്റ് ലീഗലി അത് കാണിക്കില്ല. കാരണം അത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നടക്കുന്ന ആ സമയത്തെ അത് ആക്ച്വൽ സെയിൽ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, പക്ഷെ ഡീലിങ്സ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഇവിടെയുള്ള കേസസിൽ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഞാനിപ്പോൾ ഹയർ പർച്ചേസിന്റെ പറഞ്ഞത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സാധനം വെക്കുന്നു, ഒരാളുടെ കയ്യിൽ നിന്ന് സാധനത്തിന്റെ പൊസഷൻ ജസ്റ്റ് ബയറുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ തന്നെ അതിനെ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ, ഈ ഹെഡിലുള്ള രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് പോയി നോക്കാം. ശരി, നിങ്ങൾ ഇവിടെ നോക്ക്. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്ന് പറയും. വെരിഫയബിൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്. എവിഡൻസ് കോൺസെപ്റ്റ് എന്നും കൂടെ ഇതിനെ പറയും. എവിഡൻസ് എന്താ? എവിഡൻസ്, തെളിവ്. ഇവിടെ എന്താ പറയുന്നത്? എൻട്രീസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഫിനാൻഷ്യൽ റെക്കോർഡ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ സം എവിഡൻസ് ഫോർ വെരിഫിക്കേഷൻ. നമ്മൾ ലാഭനഷ്ട കണക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ലെഡ്ജറുകൾ നമ്മുടെ കയ്യിലുണ്ടാവും, ജേണൽ എൻട്രീസ് നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലേ? ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തും ജസ്റ്റ് എഴുതി വെക്കാലോ, അക്കൗണ്ട്സിൽ കള്ളക്കണക്കുകളൊക്കെ എഴുതി കാണിക്കാലോ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത് ബില്ലുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വൗച്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത്തരം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റൂ? വെരിഫയബിൾ, അത് വിച്ച് ഇസ് വെരിഫൈഡ്. ഇത് ഓക്കെ ആണ്, സംഗതി റെഡിയാണ്, ഇതിൽ മറ്റു തെറ്റുകളൊന്നുമില്ല എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബില്ല് എന്ന് പറയുന്ന സാധനം, വൗച്ചർ എന്ന് പറയുന്ന സാധനം, ഇത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ കാരണം. ഓക്കെ, നമ്മളിവിടെ സ്റ്റോക്ക് രജിസ്റ്റർ, അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ സ്റ്റോക്കുകൾ ഗോഡൗണിൽ ഇങ്ങോട്ട് മാറ്റുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു, അവിടുന്ന് സെയിൽസ് നടത്തുന്നു, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് സ്റ്റോക്ക് രജിസ്റ്റർ, അല്ലെ? ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ അളവ് ഇപ്പം എത്രയൊക്കെ വിറ്റു, എത്രയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എത്രയൊക്കെ റിട്ടേൺ അടിച്ചു, ഇപ്പം ഗോഡൗണിൽ എത്ര ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഈ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഈ വെരിഫയബിൾ ഒബ്ജക്റ്റീവിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന എവിഡൻസ് സപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ സാധനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് സ്റ്റോക്ക് രജിസ്റ്റർ. ഓക്കെ, ഈ ബില്ല് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബില്ല്, തെളിവ്, ആക്ച്വലി സംഭവം നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ തക്കാനുള്ള എവിഡൻസ്. ഓക്കെ, അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നിങ്ങൾ ഇവിടെ നോക്ക്, അടുത്ത പോയിന്റ് ആണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് വേണം, ഒരു സാമ്യം വേണം, ഐക്യം വേണം, രൂപം വേണം. രൂപം വേണം എന്നല്ല, ഒരു എന്താ വേണം, ഒരു അത് രണ്ടും തമ്മിലുള്ള ഒരു ഇത് എന്താ വേണ്ടിയേ, അത് തന്നെ. അതായത് മാച്ചിങ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദി എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു വ്യക്തിക്ക് സാലറി കൊടുക്കുന്നു, ഒരു മാസം 2000 സാലറി. അപ്പോൾ 12 മാസം സാലറി കൊടുത്തു കഴിഞ്ഞാൽ 24,000 റുപ്യ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ആ 24,000 റുപ്യ ആണ് ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ നോക്ക്, ആർ മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഓഫ് ദാറ്റ് പീരീഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് ഇപ്പൊ 24,000 കൊടുക്കേണ്ട സ്ഥാനത്ത് ഞാൻ 20,000 കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? അപ്പൊ അത്തരം ഘട്ടത്തിൽ നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. ശരിക്കും ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തിലെ കണക്കിൽ അത് പെടുത്തണമായിരുന്നു. പക്ഷേ ഇപ്പം കൊടുക്കാത്ത സ്ഥിതിക്ക് നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അതും നമ്മൾ ഇതിൽ കാണിക്കണം. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും അതുപോലെ അക്രൂഡ് ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചത് നിങ്ങൾ ഓർമ്മയില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഒരു വർഷത്തെ ചെലവ് ആ വർഷത്തിന്റെ കണക്കിന്റെ ഉള്ളിൽ തന്നെ കാണിക്കണം, അത് കൊടുത്താലും ഇല്ലെങ്കിലും. നോ സച്ച് മാറ്റർ വെദർ വിച്ച് ഇസ് പെയ്ഡ് ഓർ നോട്ട്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, അതവിടെ കാണിക്കാം. അപ്പം മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലാതെ 12 മാസം ജോലി ചെയ്തിട്ടുണ്ട്, ഈ മാസം ഒരു 8,000 റുപ്യ കൊടുത്ത് ബാക്കി 2,000 3,000 പിന്നെ കൊടുക്കുന്നത്, പിന്നെ അടുത്ത വർഷത്തിലേക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണക്ക് കംപ്ലീറ്റ് നാശമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മാച്ച് വേണം, മാച്ചിങ് വേണം. ദാറ്റ് ഈസ് ദി റവന്യൂ ആൻഡ് ദി എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കാം. The expenses of a business of an accounting period are matched with the revenue of that period to ascertain profit and loss. ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആ സ്ഥാപനത്തിന്റെ എക്സ്പെൻസുകളും ഇൻകവും തമ്മിൽ നല്ല മാച്ച് ഉണ്ടായിരിക്കണം, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എക്സ്പെൻസ് എന്തോ ഇൻകം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വേറെന്തൊക്കെയോ, അങ്ങനെ ആവാൻ പാടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിന് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും പ്രീപെയ്ഡ് എക്സ്പെൻസുകളും അക്രൂഡിങ്ങും ഒക്കെ. അപ്പൊ ചിലപ്പോൾ അങ്ങനെയും വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഈ ഒരു സംഗതി ഒക്കെ ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം മാച്ചിങ് പ്രിൻസിപ്പിൾ. ഓൾ എക്സ്പെൻസസ് ആർ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് പീരീഡ്. ക്ലിയർ? അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്, റൂളാണ്. ഓക്കെ, ഫുൾ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ അപ്പ് ചെയ്യുക, വെളിപ്പെടുത്തുക, ഒന്നും ഹൈഡ് ചെയ്യാതിരിക്കുക, മറച്ചു വെക്കാതിരിക്കുക. എന്താ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ഡിസ്ക്ലോസ് all material facts for the benefit of the users. നമ്മുടെ ഓണർക്ക്, നമ്മളുടെ പാർട്ട്ണർക്ക് അറിയണം നമ്മുടെ ലാഭം എത്രയാണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ സ്ഥിതി എന്താണ്, മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിന്റെ വില കണ്ടുപിടിക്കുന്ന ഏത് തരത്തിലാണ് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണോ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആർക്കറിയണം? ഓണർക്ക് അറിയണം. ചിലപ്പോൾ ആ ഓണർ നമ്മളെ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം എന്നില്ല. ഓക്കെ, എങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്, ഫുൾ ഡിസ്ക്ലോഷർ. ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാത്ത ആൾക്ക് ഒന്നും തരില്ല, ഒരു ഡീറ്റെയിൽസ് നമ്മൾ തരില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തരുമ്പോൾ വാങ്ങിച്ചാൽ മതി, അതുകൊണ്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നു, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫുൾ ഡിസ്ക്ലോഷർ എന്നുള്ള കോൺസെപ്റ്റ്, ഈ ഒരു റൂള് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? All material facts should be revealed in front of the partner, owner, without any hesitation. ഒരു മടിയും ഒന്നും ഹൈഡ് ചെയ്യാതെ കൃത്യമായിട്ട് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം.
ദാറ്റ് ഇസ് ദി പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ഫുൾ ഡിസ്ക്ലോഷർ. ഗോട്ട് ഇറ്റ്? ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് നിങ്ങൾ ജസ്റ്റ് കേൾക്കുക, കറക്റ്റ് മൈൻഡിലേക്ക് എടുക്കുക. ഇത് എഴുതിയെടുക്കണേ ഓരോന്നും പ്രത്യേകിച്ച് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റ് മൈൻഡിൽ എഴുതിയെടുക്കുക, നോട്ടിൽ എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ ക്ലാസ് കേട്ടതിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിയർ? അങ്ങനെയാകുമ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള, നമ്മളെ കണക്കിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, കണക്കിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. ഡുവൽ ആസ്പെക്ട്, ഡുവൽ, രണ്ട് വശങ്ങൾ, എന്താ പറയാ, രണ്ട് സംഗതി, അത് തന്നെ. എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാവ് ടു ആസ്പെക്ട്സ്, റിസീവിങ് ആസ്പെക്ട് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. നമ്മൾ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ഗിവിങ് ആൻഡ് റിസീവിങ് എലമെന്റ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെ റിസീവിങ് ആൻഡ് ഗിവിങ് എലമെന്റിനാണ് നമ്മൾ ഡുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ മറ്റൊരു പേരിട്ട് പ്രത്യേകം വിളിക്കാറുണ്ടായിരുന്നു. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ആസ്പെക്ട് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്നും വിളിക്കും. ഓക്കെ, എന്തായിരുന്നു? റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ആസ്പെക്ട് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്നും വിളിക്കും. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ഡുവൽ ആസ്പെക്ട് എന്നുള്ള പേരിൽ പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ടു ആസ്പെക്ട്. One is giving aspect and another one is receiving aspect. These receiving aspects commonly known as debit aspects and giving aspects commonly known as credit aspects. Okay, നമ്മൾ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഒക്കെ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ പഠിച്ചത്. ചോദിക്കുക, പരീക്ഷയ്ക്ക് വേറെ ചോദിക്കും. ഓക്കെ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു തിയറി ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം എന്ത്, ഡുവൽ ആസ്പെക്ടിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയണം. ഓക്കെ, ഇതാണ് ഡുവൽ ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൂളിലേക്ക് പോകാം. എന്താണ്? ശരി, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, all transactions should be recorded in their acquisition cost and included the expenses incurred bringing them to the intended location and making them ready for use. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ കുറേ സാധനങ്ങൾ എൻ്റെ കടയിലേക്ക് മേടിച്ചു കൊണ്ടുവരികയാണ്. ആ സാധനത്തിന്റെ വില 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ 1,00,000 രൂപ ഇൻക്ലൂഡിങ് ദാറ്റ് കാരേജ് ചാർജ് വിച്ച് ഇസ് ട്രാൻസ്ഫർ ഫ്രം ദി സെല്ലർ ടു ദി മൈ ലൊക്കേഷൻ. അയാളെടുത്ത് നിന്ന് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വണ്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10,000 രൂപയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1,00,000 സാധനത്തിന്റെ വിലയും 10,000 ക്യാരിയിങ് കോസ്റ്റും. ഇനി ഇവിടെ എത്തിയതിനു ശേഷം അതിന്റെ പാക്കിംഗ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം, അത് യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റണം. അതിനൊരു 5,000 രൂപ വേറെയും ചിലവാക്കണം. അങ്ങനെ 1,00,000, 10,000 ഈ പാക്കിംഗ് ചാർജിന്റെ 5,000, ഇങ്ങനെ 1,10,000 രൂപയാണ് ഞാൻ ആകെ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ സംഗതി, ഈ മേടിച്ച പൈസയാണ് ഞാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സാധനത്തിന്റെ വാങ്ങിയ വിലയായിട്ട് നമ്മൾ കണക്ക് കൂട്ടി രേഖപ്പെടുത്തി വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്, ഓൾ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡ് ഇൻ ദിയർ അക്വിസിഷൻ കോസ്റ്റ്. അത് വാങ്ങിയ വില. ഇവിടെ 1,00,000 എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1,00,000. ഓക്കെ, 1,00,000 വാങ്ങി. ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ബ്രിങ്ങിങ് ദം ടു ദി ഇന്റൻഡഡ് ലൊക്കേഷൻ. നമ്മളെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ്, അതൊരു 10,000 രൂപ നമ്മൾ വീണ്ടും ചെലവഴിച്ചു. ആൻഡ് മേക്കിംഗ് ദം റെഡി ഫോർ യൂസ്, അത് എന്താക്കണോ, റെഡി ഫോർ യൂസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 5,000 രൂപ വീണ്ടും ചെലവഴിച്ചു. ഇങ്ങനെ 3 ഘട്ടത്തിലായിട്ട് ആ സാധനത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കി. ഈ പൈസ തന്നെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇതാണ് നമ്മൾ ആ സാധനത്തിന്റെ ചെലവായിട്ട് പർച്ചേസ് എന്ന് മറ്റ് മൊത്തം ചെലവാക്കിയ പൈസയായിട്ട് എഴുതി വെക്കുക. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പുതിയതായിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇനി ഇത് 1,50,000 വിൽക്കുക എന്ന് വിചാരിക്കുക. ആ 1,50,000 ആയിരിക്കില്ല അതിന്റെ ആ സാധനത്തിന്റെ വിലയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്തത്. 1,00,000 സെയിൽസിന്റെ വിലയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക സെയിൽ ചെയ്യുമ്പോൾ. ഓക്കെ,
അതാണ് ഇവിടെ മെയിൻ ചെയ്തത്. എത്രയാണ് ഈ സാധനത്തിന്റെ വില കാണിക്കുന്നത്? അത് ഈ 1 lakh, 10 lakh, 5,000, 1,15,000 ആയിരിക്കും. ക്ലിയർ? അടുത്ത പോയിന്റ് ഇല്ല. ഇത്രയും ഓടുകൂടി അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ഓർ കൺവെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലുള്ള പോയിന്റുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ഓർ കൺവെൻഷൻ എന്ന് പറയുന്നതിൽ ഇത്രയും പോയിന്റ്, എത്ര? 5 പോയിന്റുകൾ. ഓക്കെ.